ദാസന്മാർ ഈ ദേശത്തെ ദൈവസഭയുടെ ശിശുക്കൾ കഥാവ് നിയോഗിച്ചാക്കിയിരിക്കുന്ന കഥാവിന്റെ ദാസൻ കടന്നു വന്ന സ്നേഹതീരായ യുവക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നത് പിശാചിന്റെ ഒരു പതിവാണ്. പക്ഷെ ഇന്ന് വരെയും അവൻ ജയിച്ചിട്ടില്ല. ജയിക്കുന്നത് ദൈവജനവുമാണ്. അതുകൊണ്ട് ഇന്ന് പകരം ചിലതിന്മേൽ നമുക്ക് ജയമെടുക്കുവാൻ, ചിലതിന്മേൽ നമ്മളെ ഏൽപ്പിച്ച അധികാരം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയത്തിന് കാരണം കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ദൗർബല്യമാണ്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം കയറി ചിന്തിക്കുന്ന സഭയാണ്. സഭയ്ക്ക് മുമ്പ് പല കൂട്ടായ്മകളിലൂടെ ഓരോ വ്യക്തിയും കടന്നു വരികയാണ്. ആദ്യത്തെ കൂട്ടായ്മ ഇബോണിക്കകത്താണ്. അത് നിങ്ങളുടെ മുമ്പിൽ ഒരു വാക്കിൽ ഓർപ്പിക്കട്ടെ. നമ്മുടെ ആത്മാവും മനസ്സും ശരീരവുമായി കൂട്ടായ്മയിൽ വരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ഭക്തനായി മാറുന്നത്. അറിയാലോ, സങ്കീർത്തനക്കാരൻ പറയുന്നില്ലേ, ആത്മാവ് മനസ്സോട് മനമേ യഹോവയെ വാഴ്ത്തുക. അല്പം കഴിഞ്ഞപ്പോൾ ആത്മാവിന്റെ ഒരു ക്ഷീണം വന്നപ്പോൾ ഈ മനം തിരിച്ചു പറഞ്ഞു. 42 സങ്കീർത്തനം ഏതാ? എന്റെ ആത്മാവേ നീ വിഷാദിച്ചോ, ഉള്ളിൽ ഇറങ്ങിയത്. ഇവര് തമ്മിലൊരു സമ്പർക്കമുണ്ട്. ആ കൂട്ടായ്മയുടെ സന്നിധാവസ്ഥ, അതിന്റെ നല്ല അവസ്ഥ നഷ്ടപ്പെടുമ്പോൾ നമ്മളിൽ പ്രശ്നം തുടങ്ങും. നമ്മളിൽ പ്രശ്നം തുടങ്ങിയാൽ നമ്മുടെ മുഖം കാണുന്നവർക്ക്, നമ്മോട് സംസാരിക്കുന്നവർക്കൊക്കെ പലപ്പോഴും പല നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. നമ്മളോട് ചോദിച്ചാലും വളരെ അടുത്തുള്ളവരോട് മാത്രം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, നല്ല സുഖമില്ല. ആർക്കാണ് നമ്മുടെ കാര്യം വ്യക്തമല്ല, അല്ലേ? അകത്ത് കിടക്കുന്ന നമ്മുടെ കൂട്ടായ്മയിലെ ഈ 3 പേരിൽ ആർക്കാ സുഖമില്ലാതെന്ന് വ്യക്തമല്ലാത്തതോട് പറയും നല്ല സുഖമില്ല. ശരീരത്തിന് ആ സുഖമില്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിലേക്ക് പോകും, ഹോസ്പിറ്റലിലേക്ക് പോകും. മനസ്സിന് സുഖമില്ല, പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. ആത്മാവിന് സുഖമില്ലെങ്കിലോ അത് വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിൽ ഞരക്കമാണ് ജീവിതത്തിന്റെ പല പ്രശ്നങ്ങൾക്കും കാരണമായി മാറുന്നത്. ആ ഞരക്കം മാറുവാൻ അതിനെ ജീവിപ്പിക്കുന്നവന്റെ അടുക്കിലേക്ക് ഒന്ന് ഇരുന്ന് കൊടുത്ത്, നിന്റെ ഞരക്കം മാറണമെങ്കിൽ അവൻ നിന്നെ നിർമ്മിച്ചവന്റെ മുമ്പിൽ മുട്ടുകുത്തണം. റീചാർജിങ് നടക്കണം. ആ റീചാർജ് സ്വർഗത്തിലെ ദൈവം നിന്റെ ആത്മാവിലേക്ക് പകരുമ്പോൾ അത് നിന്റെ മനസ്സിലെ വിഷയങ്ങൾ എടുത്തു കളയും. പല ശാരീരിക രോഗങ്ങൾക്കും അവൻ അതോടെ വിടുതല വ്യാപരിക്കും. എനിക്ക് നിങ്ങൾക്കും പല രോഗങ്ങളുണ്ട്. ഇതിൽ പല രോഗങ്ങളും നമ്മുടെ മനസ്സിലാണ് കിടക്കുന്നത്. ഒരു പരിധി വരെ മനസ്സ് ഫ്രീ ആയി കഴിയുമ്പോൾ രോഗങ്ങൾ പലതും കഴിയും. ദൈവത്തിന്റെ ആത്മാവിനെ ഇംഗ്ലണ്ടിലും എന്നിലും നിങ്ങളിലും എല്ലാം പ്രവർത്തിക്കാൻ കഴിയൂല്ലേ? സ്വതന്ത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ കൊണ്ട് ചെറിയ കാര്യം, ഒരു വീട്ടിൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ചടയെന്ന് പറയണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാന്ന് പറഞ്ഞ് പിശാചുകളായി പോകുന്നു. അപ്പൊ വാടക വീടാ, ഹോസ്റ്റല. പിശാച് കാറ് പോവുകയൊക്കെ ചെയ്ത് അറിയാമല്ലോ. പിശാചുകളായി കഴിഞ്ഞാൽ ഇവിടെ അത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ കർത്താവിൽ ശാന്തമായി ഇറങ്ങിപ്പോണം, ശാന്തമായി ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ 2 പേരുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും മേത്തുനിന്ന് കറുത്ത 2 രൂപങ്ങൾ അഴിഞ്ഞ് വീട് കിടക്കുന്ന കണ്ടു. അപ്പൊ അത് പെരക്കകത്ത് കിടക്കുക. ഇതിനെ അഴിച്ചു മാറ്റണം. ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചൊന്ന് ദൈവാത്മാവ് ഷടേന്ന് എന്റെ മൈൻഡിലേക്ക് പറഞ്ഞു, ഞങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. പ്രാർത്ഥിച്ച് താഴെ ഇറങ്ങി. എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന് പോകണം, വേറെ ചർച്ചിലെ ബ്രദറായിരുന്നു. അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹം പേയ്മെന്റ് പാർക്ക് ചെയ്തിരുന്ന വണ്ടി, 2 വണ്ടികൾക്ക് ഇടയ്ക്ക് പാർക്ക് ചെയ്തിരുന്ന വണ്ടി അവിടെ നിന്ന് ഇറക്കി റോഡിൽ ക്രോസ് ആക്കിയിട്ടുണ്ട് വിശാച്ച്. 2 ആഴ്ച മുമ്പ് നടന്ന കാര്യം. ഞാനത് പറയാൻ കാര്യം, എന്നിലും നിങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ശക്തിക്ക് നമ്മളായിട്ടൊരു ലിമിറ്റ് വെക്കരുത്. പിശാച് അനങ്ങാതെ പോകാൻ പറഞ്ഞാൽ പിശാച് അനങ്ങാതെ പോകും. എന്റെ കുഞ്ഞിനെ മേത്തത് ഇപ്പൊ പിശാച് നീ മാറാൻ പറഞ്ഞ മാറും, രോഗമേ നീ മാറാൻ പറഞ്ഞ മാറും. ഇത് പറയണമെങ്കിൽ അകത്തുള്ള കൂട്ടായ്മയിൽ നമ്മൾ ആദ്യം ഒന്ന് ക്ഷണിക്കാൻ തയ്യാറാണ്. രാത്രി ആത്മാവ് എഴുന്നേക്കട. അപ്പൊ മനസ്സ് ചെറിയ സപ്പോർട്ട്, അന്ന് ശരിയൊന്ന് പ്രാർത്ഥിച്ചേക്കാം. ശരീരം എന്നാ പറയും, സംഭവിക്കും. ഈ കൂട്ടായ്മ ഇന്ന് ആദ്യം ഫിക്സ് ചെയ്യും.
ഇത് മിക്സ് ചെയ്യുന്ന ഒരു കുടുംബത്തിനടുത്ത കൂട്ടായ്മയില്ലേ? ഞായറാഴ്ച പിശാചെന്ന് പറഞ്ഞ് പിശാചല്ല പറയും, കാർന്നവന്മാർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞായറാഴ്ച രാവിലെ യോഗത്തിന് പോകുന്നതിന് മുമ്പ് ഒന്നെങ്കിലും ഇത് പിള്ളേരെ കയറി, അല്ലെ അമ്മാമ്മ കയറി, അച്ചാരി കയറി, ആരിലേലും കയറി. അത് മാസ്റ്റർമാരെ ഞങ്ങളുടെ നിങ്ങളുടെ എല്ലാം വീട്ടിലുള്ള കാര്യം. അതിന് ശനിയാഴ്ച വൈകിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ എന്ത് ചെയ്യും? ശനിയാഴ്ച ഇല്ലാതിരിക്കും, അത്രേ ഉള്ളൂ. ദിവസം വീണ്ടും വരും. ഇതിനെ പ്രാർത്ഥിച്ച് ജയമാക്കി എടുത്ത് സഭായോഗത്തിന് വന്ന് നമ്മളെ ഒന്ന് സ്റ്റാർട്ടാണ്. ഒരു പാട്ടും പാടി അടുത്ത പാട്ട് പകുതികളാവൂല്ലേ? 2 പാട്ടിലെ സമയമുള്ളൂ. അവിടെ കുടുംബത്തിലെ കൂട്ടായ്മ, അത് കഴിഞ്ഞ് പുറത്തു വന്നാൽ സഭയ്ക്കകത്തെ കൂട്ടായ്മ. സഭയ്ക്കകത്തെ കൂട്ടായ്മയ്ക്കാണ് നമ്മൾ ഏറ്റവും വില കൊടുക്കുന്നത്. ഇന്ന് ഞാൻ ഓർപ്പിച്ചത്, പ്രയോറിറ്റി ആദ്യം നിന്നെ അകത്തെ കൂട്ടായ്മ കൊടുക്കും. നിന്നെ ആത്മാവിനെ അനുസരിക്കുന്ന ഒരു മനസ്സിനെ അനുസരിച്ച് ചലിക്കുവാൻ അവൻ ക്രമീകരിക്കപ്പെടുവാൻ തയ്യാറാകുന്ന ഒരു ശരീരവും നിന്നിലുണ്ട്. നീ അനുഗ്രഹിക്കപ്പെട്ടു, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, നിന്റെ സഭ അനുഗ്രഹിക്കപ്പെട്ടു, നമ്മളെ കടന്നു വന്ന ഈ രാജ്യം അനുഗ്രഹിക്കപ്പെട്ടു. ആദ്യം നമ്മുടെ ഉള്ളിൽ അതിനെ റീചാർജ് ചെയ്യാൻ ഒരിടത്തും പോകണ്ട, നീ ഇരിക്കുന്നവിടെ തിരിഞ്ഞ് ചാർജ് ചെയ്താൽ. അവൻ നമ്മള് ഇന്ന് സമയം വളരെ മുൻപോട്ട് പോയി. ഒരു സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിച്ചേ, 85-ാം സങ്കീർത്തനം, 16-ാം വാക്യം, Psalms 85:6. നിന്റെ ജനം നിന്നിൽ. ഈ ആനന്ദം എന്നൊക്കെ പറയുന്ന ഒരു വലിയ വിഷയം. നമ്മുടെ ഭാഷ പേരല്ലേ? ആനന്ദം എല്ലായിടത്തുണ്ട്. സൂര്യന്റെ യോഗ്യത അവന്റെ ആനന്ദത്തിന്റെ പരിപൂർണത ദൈവത്തിലായിരിക്കണം. സ്തോത്രം. ദൈവത്തിൽ ആനന്ദിക്കുന്നവൻ വേറെ ഒരിടത്തും പോയി ആനന്ദിക്കേണ്ട ആവശ്യം വരുന്നില്ല. എവിടെ പോയാലും തൃപ്തി വരാത്തതിന്റെ വിശ്വാസത്തിൽ നമ്മൾ കണ്ടു. ഞാൻ കാര്യം ചിലരോട് ചോദിച്ചു, എവിടെ പോയി കേട്ടോണ്ടെന്താ കാര്യം? പ്രസംഗിച്ച കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനം ഓർക്കുന്ന എത്ര പേരതിലുണ്ട്? നമ്മൾ പിന്നെ സ്നേഹമുള്ളതാ കേട്ടോ. ഇത് വേണ്ടി കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനം ഇപ്പൊ അത്ര ഓർക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിന്റെ ജനം, ആ ഒറ്റ വാക്ക് പറയാനില്ല, നിന്റെ ജനം. നിന്റെ ജനത്തിന്റെ അവസ്ഥയിലേക്കാണ് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. എസ്കേൽ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അറിയാവുന്ന വാക്യം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. വളരെ പരിചയസമ്പന്നമായ ഒരു ഭാഗമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവാചകന്മാരെ വേദപണ്ഡിതന്മാർ അവരുടെ സൗകര്യാർത്ഥമാണെന്ന് തോന്നുന്നു വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് തരം തിരിച്ചിട്ടുണ്ട്. അതൊരു മോശക്കാരമല്ലാത്ത നല്ല നിലയിൽ പ്രവചിച്ചു വന്നൊരു ദൈവദാസനാണ് എസ്കേൽ. അവരുടെ 3 പേരുടെ പ്രവചന ശൈലിയൊക്കെ പാസ്റ്റർമാരുടെ കേട്ട് നിങ്ങൾ മടുത്തു കൊണ്ടുപോയാൽ അവധിക്ക് പോകുന്നില്ല. 3 പേരുടെയും മേഖലകള് അവരുടെ പ്രസംഗ ശൈലിയൊക്കെ നമ്മൾ ഒത്തിരി കേട്ടോ. ഈ പ്രവചനത്തെ കുറിച്ച് ഈ ആളുകളിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ട ദൈവസഭയാണ്. എനിക്കും 3 കാര്യം കുറ്റം പറയുന്നത്, എനിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള എന്താ? പ്രവചനം. ഇത് മുതലെടുത്ത് പിശാച് ശരിക്ക് ദൈവസഭയ്ക്കകത്ത് പെരുമാറിക്കൊണ്ടിരിക്കുക. ഞാൻ എവിടെ പോയാലും, ഏത് രാജ്യത്ത് എവിടെ ചെന്നാലും, ഏത് സഭയിൽ ചെന്നാലും പറയുന്നുണ്ട്, ഒരു ദേശത്തിന്റെ പ്രവാചകൻ അവിടുത്തെ സഭാ ശുശ്രൂഷകനാണ്. അത് ദൈവമക്കൾ തിരിച്ചറിഞ്ഞേ ഒക്കത്തുള്ളൂ. അവൻ നാട്ടിൽ നിന്ന് വന്ന് പോവുകയോ അല്ല വേറെ ദേശത്ത് വന്ന് പോവുകയോ ചെയ്യുന്നവരെ അല്ല, ഒരു ദേശത്തിന്റെ പ്രവാചകനായി. ദൈവദാസന് മറ്റൊരു പേര് ബൈബിളിനോട് പറയുന്നുണ്ട്, കാവൽക്കാരൻ. ദേശത്തിന്റെ കാവൽക്കാരൻ, ദേശത്തിന്റെ പ്രവാചകൻ, ദേശത്തിന്റെ കാവൽക്കാരൻ. ദൈവം ഏൽപ്പിച്ച ദൈവദാസന്മാരാണ്. പ്രവചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവസഭയുടെ അതിമഹത്തായ അവൻ ഒരു വിഭാഗം തന്നെയാണ്. അല്ലെ, ദൈവസഭയെ നിലനിർത്തുവാൻ ദൈവം ഉപയോഗിച്ച അവൻ ഏറ്റവും ശ്രേഷ്ഠമായ അവൻ മീഡിയ കൂടിയാണ് പ്രവചനം. പക്ഷെ പ്രവചനത്തെ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാരും ദൈവസഭയും അത്യാവശ്യമായി വ്യാപിനി അവൻ
വളരെ അത്യാവശ്യമായിരിക്കുക. നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ കേൾവി കേട്ടു. കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന പിശാചിന്റെ ശക്തി ദൈവസഭയ്ക്കകത്ത് പ്രവചിക്കുന്നു. റിയൽ ഫാക്ട്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? സാറേ ഞാൻ പറയത്തില്ല, എന്റെ ലൈസൻസ് പറഞ്ഞില്ല. ദൈവസഭയ്ക്കകത്ത് ആൾക്കാരെ വിളിച്ചു കൂട്ടി വീട്ടിൽ മീറ്റിംഗ് നടത്തി അവിടെ ഈ പൈശാചിക ശക്തി ഒരു യൗവനക്കാരിയായ സ്ത്രീയിലേക്ക് കയറ്റിയിട്ട് അവളിലൂടെ പ്രവചിപ്പിക്കും. സംഗതി എവിടെ പോയി? ഇവിടെ വിസിറ്റ് ചെയ്തു പോയ ഒരു ദൈവദാസൻ, പേര് ഞാൻ പറയത്തില്ല, അദ്ദേഹം നാട്ടിൽ ഞാൻ സുഹൃത്തോട് പറയുക, തല്ലി കക്കിക്കുമല്ലേ, പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? തല്ലി ഞാൻ കക്കിക്കുമല്ല, പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? എനിക്കില്ലെന്ന് നിനക്ക് അറിയത്തില്ലെന്ന്. അപ്പൊ നമ്മളാ തെറ്റുക. പേഴ്സും ബാങ്കിൽ നിറച്ച് പൈസ കൊണ്ട് പോയി, എന്നിട്ട് അവിടെ ചെന്ന് പറയുക. പറഞ്ഞ ഒരാളിനോട് പറഞ്ഞു, സ്തോത്രം. ദൈവജനം വിവേചന വനത്തിനായി വചനമാണ് ഏറ്റവും വലിയ പ്രവചനം. നീ വായിക്കുന്ന വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനോട് ഇടപെടും. നിന്റെ ദൈവദാസനോട് നിന്നോട് ഇടപെടുവാൻ കഴിയും. ഞാൻ പ്രവചനത്തെ കുറിച്ച് പറയുന്നത് കർത്താവ് ശുശ്രൂഷ 16-ാമത്തെ വയസ്സിൽ ഏൽപ്പിച്ചതാണ്. അതിലൊരിക്കലും എതിരല്ല. പക്ഷെ പ്രവചനം എന്ന് പറയുമ്പോൾ ദൈവമക്കളുടെ ദിവസം വളരെ പ്രാർത്ഥിച്ചു. നമ്മൾ പ്രവചനാർത്ഥം എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നിവിടെ ജീവിക്കുന്നത് ഞാനൊരു പ്രവചനത്തെ വിശ്വസിച്ചതുകൊണ്ട്. 91-ൽ വെന്റിലേറ്ററിലേക്ക് ഇട്ടെന്നെ ഡോക്ടർമാർ പറഞ്ഞ ആള് തീർന്നു പോകും, രക്ഷയില്ല. പക്ഷെ 81-ൽ 2 കണ്ണും കാണാനായിട്ടൊരു ദൈവദാസനോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ 5 വൻകരകളിലും ഒരു പക്ഷിയെ പോലെ നിന്നെ അയക്കും. ഡോക്ടർ പറയാൻ എനിക്ക് പ്രതികരിക്കാൻ വയ്യ, എന്റെ കണ്ണുപോലും അനക്കാൻ വയ്യ. പക്ഷേ എന്റെ അടുത്ത് വന്ന വാർഡൻ അദ്ദേഹം കരയുക, അദ്ദേഹത്തിന്റെ കണ്ണുനീരിന്റെ കൈ വീഴുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓർത്തു, 81-ൽ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ എല്ലാ വൻകരകളിലും അയക്കും. ഞാൻ എന്റെ വീട്ടിലടത്തേക്ക് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങനെയെങ്കിൽ ഈ ഡോക്ടർ വാക്കുകളിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല, ഞാൻ അതിന് കീഴ്പ്പെടത്തില്ല. ചാടി ഞാൻ എഴുന്നേറ്റു. ഒരു വലിയ ലൈറ്റ് എന്റെ ശരീരത്തിലേക്ക് കയറി. ഞാൻ എല്ലാ മോണിറ്റർ കണക്കുകളും വലിച്ചത് ചാടി എഴുന്നേറ്റു. ഞാൻ ഒരിക്കലും പ്രവചിച്ചത്. പക്ഷേ ദൈവമക്കൾ എന്ത് ചെയ്യുക? വിവേചന വനത്തിനായി ദൈവത്തിനോട് ശക്തി ഉണർത്തുക. നമ്മുടെ സഭകളിൽ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. നമ്മുടെ സഭകളിൽ നീതി പ്രവർത്തിയുള്ള ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവജനം എഴുന്നേൽക്കട്ടെ. ഇവിടെ നമ്മൾ വായിച്ചത് ഇസ്രായേൽ ജനം പ്രവാസത്തിൽ പോയി, ഒരു മുഴുവനായി തകർന്നു. അവർ അസ്ഥി കൂടങ്ങളിൽ ഇട്ടിരിക്കുന്ന താഴ്വരകളിലേക്ക് ദർശനത്തിലൂടെ എന്ത് ചെയ്യുക? ദൈവത്തെ കൊണ്ടുപോവുക. കൊണ്ടുവന്നിട്ട് ചോദിച്ച് നമ്മളോട് ചോദിക്കുന്നത്, എസ്കേലേ, എന്ത് സംഭവിച്ചെന്ത് പറ്റും നീ അറിയുന്നു? ഞാൻ പറയുന്നത് പോലെ നീ ഈ അസ്ഥികളോട് പ്രവചിക്കാം. അദ്ദേഹം പ്രവചിച്ചു. അപ്പോൾ എന്നെ ഉണ്ടായ ഒരു ഭൂകമ്പം ഉണ്ടായി. ഞാൻ വേറെ പറഞ്ഞ സമയം കുറവ്. അസ്ഥിയോട് വന്നു ചേർന്നു. നിങ്ങൾ അസ്ഥിക്കുഴി കണ്ടിട്ടുള്ള എത്ര പേര്? നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യത കൂടുതലും നാടിലേക്ക് അസ്ഥിക്കുഴിയുടെ അറവാ കണ്ടിട്ടുണ്ട്. ഞാൻ അസ്ഥിക്കുഴിക്കകത്ത് ഇറങ്ങി തേരെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരും ചെയ്തിട്ടില്ലാത്ത അസ്ഥിക്കുഴി നമ്മുടെ ഒറിജിനൽ സാധനം. ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്താണ് ഞങ്ങളുടെ ചർച്ചും അതിൻ്റെ സെമിത്തേരിയൊക്കെ. അപ്പം പരീക്ഷാ സമയത്ത് പഠിക്കാനെന്ന് പറഞ്ഞ അവിടെ പോയിരുന്നിട്ട് സെമിത്തേരിലാകുമ്പോൾ ഒരു ശല്യവും അവിടെ കയറിയത് കൊണ്ട് ഞാൻ അങ്ങനെ പുള്ളിയുടെ വക്ക വന്നിരുന്ന് പഠിച്ചപ്പോൾ താഴെ ഇരുന്നു എൻ്റെ ഈ പല്ലുണ്ടല്ലോ, ഇവിടുത്തെ ഒരു പല്ല്. അപ്പൊ ആ സൈസ് നല്ല പല്ല് താഴെ ഒരു തലകെട്ടിയിരിക്കും. ഞാൻ ഇറങ്ങി ഞാൻ എടുത്തു പോക്കറ്റ് ഇട്ടു. അയ്യോ, പോക്കറ്റ് ഇട്ട് 3 മാസം ഞാൻ കിടക്കുന്ന ബെഡിന്റെ സൈഡിൽ ഇഷ്ടികയുടെ പൊത്തിനകത്ത് വെച്ചു. ഒരു ദിവസം ഞാനത് കണ്ടപ്പെടുത്ത് ഞാൻ നാളെ കിടന്നേക്കാന്ന് പറഞ്ഞ് യാത്ര ചെയ്തെടുത്ത് തലകളൊക്കെ വിളിച്ചു. അവിടെ ഇരുന്ന് ഒരാഴ്ച. എന്റെ സിസ്റ്റർ ഇന്ന് പഞ്ചാബിൽ കർത്താവിന് വേദനയാണ്. അവള് തലകളൊക്കെ കുറഞ്ഞ കൊടുത്തിടാ ഇതെന്നാന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് എടുത്തു. ഞാൻ പറഞ്ഞു, ഞാനേ ഒരു 4 മാസം മുമ്പ് മാർച്ചില്
നമ്മുടെ അസ്ഥി കുഴിക്കാൻ നേരത്തുനിന്ന് ആരുടെ ഒരു പല്ല എന്റെ പല്ല് പോകുമ്പോൾ വെക്കാൻ വേണ്ടി വെച്ചേക്കുന്നു, ഒരു കാണിച്ച് ഒരു ഓട്ടോ പോകും. അപ്പൊ ഈ അസ്ഥിക്കുഴി എന്ന് പറയാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും തോമാച്ചന്റെ കൈയും കാലും ഒരിക്കലും തോമാച്ചന്റെ സ്കള്ളിന്റെ അടുത്ത് അല്ലെ തലവോടിന്റെ അടുത്ത് കാണത്തില്ല. ഇത് മാറി മാറി കിടക്കുന്നില്ലേ? തോമാച്ചനെ മാത്രമല്ല ഇട്ടിരിക്കുന്നത്, സകല പാർട്ടി അതിനകത്തുണ്ടല്ലേ. ഇവരുടെ അസ്ഥികളെല്ലാം മാറി മാറി കിടക്കുമോ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇത് രണ്ടും സെറ്റ് ചെയ്യാൻ പറഞ്ഞേ പറക്കി വെക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ പറയാൻ നിങ്ങൾ കേട്ടോ, ഞാൻ പ്രവചിച്ചപ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു. തോമാച്ചന്റെ അസ്ഥിയോട് തോമാച്ചന്റെ അസ്ഥി തന്നെ വന്നു ചേർന്നു. ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥയിൽ എന്റെ അവസ്ഥയിൽ ആണ് ആ ചേർച്ച് നടക്കുന്നത്. ആത്മീകന്റെ തലയും ലോക മനുഷ്യന്റെ നട്ടലും ദ്രവ്യാകരിയുടെ കൈയും ഇതൊന്ന് ചേർത്ത് നിങ്ങളൊന്ന് നിങ്ങളെ ആരെയും ഞാൻ ഇങ്ങനെ വിളിച്ചില്ല. ഇന്ന് നീ തന്നെ ശോധന എന്റെ ചിന്താഗതികൾ ഒരു ദൈവവേദന ചേർന്നാണോ? എന്റെ നടപ്പ് ഒരു ദൈവവേദന ചേർന്നാണോ? എന്റെ കൊടുക്കൽ വാങ്ങലുകൾ ഒരു ദൈവവേദന ചേർന്നാണോ? ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നേരെ നിൽക്കാറുണ്ടോ? ഇത് വേറൊന്ന് ചിന്തിച്ചേ. ആരെയും നിങ്ങളെ തന്നെ ഒന്ന് ശോധനയില്ലേ? സർവാംഗ ഹോമം എന്ന് പറഞ്ഞൊരു ഹോമം അല്ലെ ഒരു യാഗം പഴയങ്ങൾ എഴുതി. നമ്മുടെ ആരാധനകളിൽ വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കൽ നമ്മുടെ സർവാംഗം ഒന്ന് കഴുകി വരുമ്പോഴത്തേക്കും 3 ദിവസം യാഗമൊന്നും. പക്ഷെ ദൈവത്തിന്റെ സന്നിധി ബൈബിൾ പറയുന്നു, നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, പാപിയുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നില്ല. അങ്ങനെയെങ്കിൽ എന്റെ നിങ്ങളെ എത്ര പ്രാർത്ഥന ഈ ആകാശമണ്ഡലങ്ങളെ താണ്ടി ഉയരത്തിലെത്തി. ഇതുപോലെ ചേരിച്ചില്ലാത്തത് ചേരുമ്പടി ചേരാൻ കഴിയാതെ ചിന്താഗതികൾ വെക്കുമ്പോൾ പ്രവൃത്തിയില്ല, പ്രവൃത്തികൾ വെക്കുമ്പോൾ തീരുമാനം മാറിപ്പോകുന്ന പല നിലകളിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എന്ത് ചെയ്യുക? ഹോശേയപ്രവൃത്തി പറയുന്ന പോലെ നമ്മുടെ യാഗപീഠങ്ങൾ തന്നെ നമുക്ക് പാപഹേതുവാൻ ഇപ്പൊ ഓർമ്മയുണ്ടല്ലേ? അവർ കാര്യസാധ്യത്തിന്റെ പാപപരിഹാരത്തിന് യാഗപീഠങ്ങൾ പണിതത് കൊണ്ട് യാഗപീഠം അവർക്കൊരു പാപ ഹേതുവായി. ഹേതു കാരണം ഒരു പ്രാർത്ഥന കേട്ടിട്ടില്ല. കേൾക്കാൻ കാരണം നമ്മുടെ ഈ നിലവാരം ഉച്ചി മുതൽ ഉളങ്കാര് വരെയുള്ള നമ്മുടെ അകത്തെയും പുറത്തെയും മനുഷ്യന്റെ ഭാവവ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളൊന്ന് ക്രമീകരിക്കപ്പെടുന്നു. സമയമില്ല. പുസ്തകത്തിലൊരു യാഗം, അതിനകത്ത് ആ വാലും കുടലും എല്ലാം കൂടെ പറിച്ചു കളയുന്നൊരു രീതി. വാലേന്നൊക്കെ തൊലി ഇങ്ങനെ പറിച്ചെടുക്കണമെങ്കിൽ ചില പാടാണ്. നീ എന്ന ജീവിതത്തിന്റെ എവിടെയാണ് ഇന്ന് പകരം പറിച്ചു കളയേണ്ടത്, എവിടെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് നന്നായി അറിയാം. ഇന്ന് പകല് അവൻ ക്ലീൻ ചെയ്യേണ്ട ഭാഗത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ വചനത്തെ കയറ്റി അയച്ച ഇന്ന് പകല് നിന്റെ അസ്ഥിയോട് വേറെ ആരുടെയും അസ്ഥി ചേർന്ന് വരത്തില്ല. നമ്മൾ പറഞ്ഞല്ലോ, എന്റെ ജനം എന്ന് ദൈവത്തിന് എന്നെ നോക്കി നിങ്ങളെ നോക്കി പറയണമെങ്കിൽ, എന്റെ ദാസൻ എന്റെ അവന്റെ ദാസി അല്ലെ എന്റെ പൈതൽ എന്ന് പറയണമെങ്കിൽ നാം അവനെ പോലെ ആകണം. അവനെ പോലെ ആകണമെങ്കിൽ ഇന്ന് അസ്ഥിയോട് വന്ന് ചേർന്നതുപോലെ അംഗങ്ങൾ ഒരുപോലെ വന്നു ചേരണം. നീ നിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ശാസിച്ചാൽ ദേശത്തിന്റെ അധിപതി മുട്ടുകുത്തണം. അവൻ എല്ലാവർക്കും ആഗ്രഹമാ. ദൈവങ്ങളോട് പലരോട് ചോദിച്ചു, ദൈവങ്ങളുടെ ഒതുക്കി ചോദിച്ചാൽ പറഞ്ഞ ദൈവദാസനായിട്ടുള്ളത്. എന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊരു പ്രവാചകൻ വളരെ ചെറു പറഞ്ഞു, എനിക്ക് പിശാചിനെ ഇളക്കുന്ന കൊള്ളാം, അത് തന്നെ പ്രാർത്ഥിച്ച് മേടിച്ചു. അന്ന് തുടങ്ങുമ്പോഴല്ലേ ശുശ്രൂഷകൾക്ക് ദൈവമക്കളെ വില കൊടുക്കണം. അതിനു മുമ്പ് ഇന്നും പകരം നീ ഒരു ശുശ്രൂഷ ചെയ്യേണ്ട ഒരേ ഒരു ശുശ്രൂഷ, പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ. പ്രാർത്ഥിക്കണമെങ്കിൽ നിന്റെ പ്രാർത്ഥന ഉയരത്തിൽ ചെല്ലണമെങ്കിൽ ഇന്ന് പകല് അവൻ സ്വന്തം നിന്റെ അംഗങ്ങളെ, അവൻ നിന്റെ ശരീരഭാഗങ്ങളെ, നിന്റെ അകത്തെ മനുഷ്യനെ ഒന്ന് ശോധന ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് പകല് ദൈവം ഒരു വിഷയം വരുമ്പോൾ
നീ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനാണ് നീ ആത്മീയനാണോ, ജഡീകനാണോ, ലോകമനുഷ്യനാണോ തിരിച്ചറിയുന്നത്. അല്ലേ? ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ പറയാൻ മണ്ണ് വാരിയിട്ടാൽ അറിയാം ആരാണ്. ഇപ്പൊ നല്ല ഇത് ഉപാസ പ്രാർത്ഥനയാണ്, എല്ലാവരും നല്ല. പക്ഷേ സ്വന്തമായിട്ട് വ്യക്തി ജീവിതത്തിൽ ഒന്ന് തൊടുമ്പോൾ എന്താ പറയുന്നതൊന്നും വേണ്ട. നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ അല്പനേരം ഇടമില്ലാതെ അല്പനേരം നമുക്ക് സംസാരിക്കാൻ അവസരം തരാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം. എന്റെ ദാസനെ പോലെ സൗമ്യനും കുരുടനും സ്തോത്രം. അത് പിന്നെ ഇങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ട് കിടക്കുമ്പോഴേ ഞാനിനി ആരാണെന്ന് അറിയുന്നത് സംഭവങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധത്തിലാണ്. ഇന്ന് പകല് AICC-യുടെ ഇവിടെ ഞാൻ വന്നപ്പോ കേട്ടതുപോലെ AICC-യുടെ അനുഗ്രഹത്തിന് കാരണം പിന്നെ കൂട്ടായ്മയുടെ ബലം. എവിടെ വെച്ചാലും എന്തൊക്കെ വെച്ചാലും ഏത് ആഹാരം കൊടുത്താലും വരുവാൻ ഒരു പറ്റമുണ്ട്, അല്ലേ? ഒരു പറ്റം തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കും, അതിന് വന്നിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ആ കൂട്ടായ്മയ്ക്കകത്ത് ഞാൻ ഒരു സന്തോഷം. എന്നോട് എത്ര പേര് ചോദിച്ചാൽ ആവശ്യം ഇല്ലയോ? നമ്മുടെ ദിവസമിക്കാൻ നാട്ടിൽ നാളെ വരുന്നുണ്ട്, ബാക്കി അത് ഒരുപോലെ അല്ല. വിഷയപ്പെട്ടത് നമ്മുടെ കൂട്ടായ്മ എന്ന് പകരം നിന്റെ ശരീരത്തിന്റെ അകത്തെ കൂട്ടായ്മ. നിന്റെ വടത്തെ കാല് ഒരാത്മീകന്റെയാ. അതിന് വലിയ താല്പര്യമാണ്. സത്യത്തിന് വേണ്ടി നിൽക്കണം, ദൈവദാസന്റെ കൂടെ നിൽക്കണം, അവൻ ആത്മീയത്തിൽ നിൽക്കണം, അഭിഷേകനായി നിൽക്കണം. പറയാ അത്രയും വേണോ? അത് പുറകോട്ട കാര്യം എന്താണെന്നറിയാമോ? ഈ അസ്ഥിയോട് ചേർന്നിരുന്നപ്പോ നിന്റെ കാലം ഇവിടെ വന്നിരിക്കുന്നു. ഇന്ന് പകരം അത് തിരിച്ചറിഞ്ഞിട്ട് നീ നിന്റെ കാലം വിറ്റ് ചെയ്തോണ്ടേ പോകുള്ളൂ. ഇടത്തെ കാലം വേറെ ആരാണ്ടറിയാ. ഇന്ന് ദൈവം നിന്റെ കണ്ട നിലയിലല്ല നിന്റെ ഇടത്തെ കാലം ഇരിക്കുക. അത് ഇത്ര പിന്മാറ്റത്തില. അത് ചില വഴി ചെല്ലുമ്പോ എന്ത് ചെയ്യും? അങ്ങോട്ട് തിരിയുക. അതുകൊണ്ട് നിന്റെ യാത്ര അവിടെ നിൽക്കുക. പാസ്റ്റ് ഇന്നലെ വരെ അവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ആ സഹോദരൻ വരെ ഒന്ന് പ്രാർത്ഥിക്കാം. 6 മണിയാടനെ കുഞ്ഞിന് നല്ല സത്യമാണ്, ഒരു സുഖമില്ല കുഞ്ഞിന്. സ്വത്രം അറിയാലോ. ഇതുപോലെ ഞാൻ പറയട്ടെ, കരം ചിന്തകൾ ഇന്ന് പകർന്ന് ശോധന ചെയ്ത് കൊടുത്തേ. ചില വേദപുസ്തകത്തിൽ വരണ്ട കൈയുള്ളവൻ അവന്റെ ആള് നമുക്ക് വലത്തേക്ക് കിട്ടിയ തിരിയുന്ന ചോദിക്കും. കൂണിയായ ഒരു സ്ത്രീ, ബാക്കിയെല്ലാം നമ്മുടെ ആ നട്ടല് മാത്രം ആ സ്ത്രീയുടെ. എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ചിന്തിച്ചു നോക്കി. സ്തോത്രം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ 270-നും 300-നും ഇടയ്ക്ക് അസ്ഥികളുണ്ട്. അവനൊരു പൂർണ്ണ മനുഷ്യനായി തീരുമ്പോൾ 206 അത് ചുരുങ്ങുന്നുണ്ട്. സ്തോത്രം. ഇത്രയും 206 അസ്ഥികളാണ് നമ്മളെ ഇങ്ങനെ സെറ്റ് ചെയ്തിരുത്തിയിരിക്കുക. ഇന്നിപ്പോ ഇതിലേതെങ്കിലും ഒരു പീസ് വേറെ ആണെങ്കിൽ നിന്റെ ക്രിസ്ത്യ ജീവിതം പോയി, നിന്റെ സമാധാനം പോയി, നിന്റെ സന്തോഷം പോയി, സകലതും മാറിക്കിട്ടും. ഇന്ന് വളരെ ദൈവത്തോട് കർത്താവേ, നീയാണ് എന്റെ ക്രിയേറ്റർ, നീ എന്നെ ഒന്ന് ഡിസൈൻ ചെയ്യണമേ. എനിക്കറിയത്തില്ല, ഞങ്ങളിൽ വന്നുപോയി, ഞങ്ങളിലൊരു ജീർണത വന്നുപോയി, ഞങ്ങളിലൊരു തകർച്ച വന്നുപോയി, ഞങ്ങളിലൊരു വ്യതിയാനം സംഭവിച്ചു. ഞങ്ങൾ എന്റെ അവന്റെ സൃഷ്ടാവേ, നീ ഇതിനെ ഒന്ന് അവനെ സ്വസാനത്താക്കി തരണമേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. പ്രൈസലോ. അവിടെ നിങ്ങൾ ആലോചിച്ച് അസ്ഥിയോട് വന്ന് ചേർന്നു. എന്ന് പകരം ഹൃദയത്തിനകത്തൊരു രൂപാന്തരം വന്ന് ഒരു സഭ ഒന്നിച്ച് പ്രാർത്ഥിച്ച്, അവൻ ഒരു കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി വരിക. ഇങ്ങനെ 10 ഫാമിലി ഉള്ളവിടത്ത് ഒരു 5 കുടുംബം ഒരുങ്ങി വന്ന ബാക്കിയെല്ലാം കത്തിക്കൊള്ളു. ഇതിന്റെ കൂടി പ്രൈസലോ. ഇത് കൃപയാൽ അറിയാലോ, ഞാൻ എന്റെ റേഷ്യോ ഒന്നും പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? പാട്ടുകാരൻ ആരാൻ ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാരൊക്കെ മൈക്കിന്റെ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഒന്ന് ചൂടാക്കി എടുത്തൊക്കെ നിങ്ങളൊന്ന് മറിച്ച് ആലോചിച്ച് നോക്കി. തലേ ദിവസമേ കുക്ക് ചെയ്യുന്നവർക്കായി സ്തോത്രം, തലേദിവസേ പ്രസാദം ചെയ്ത് വെക്കുന്നവർക്കായി സ്തോത്രം. വളരെ സൗകര്യമുള്ള രാജ്യമാണെങ്കിലും പലപ്പോഴും ഒരു ടോയ്ലറ്റ് ഉള്ളൂ. അല്പം നേരത്തെ എഴുന്നേറ്റാലും സ്കൂളിൽ പോകാൻ 7:30 എഴുന്നേറ്റ് നിങ്ങളുടെ സഭായോഗത്തിൽ ഇങ്ങനെ 8:45 ശരിയല്ലേ? സ്കൂളിൽ പോകുന്ന 6:30 എഴുന്നേക്കും അല്ലേ?
സഭായോഗത്തിൽ നിന്ന് 8:30 എഴുന്നേക്കാൻ. എന്നിട്ടോ പ്രസംഗത്തിന് പിശാചിനെ നമ്മൾ കുറ്റം ചെയ്യുക. രാത്രിയിൽ നിന്റെ ഈ സർവാംഗങ്ങൾ ആരാധനയ്ക്ക് ഇവിടെ ക്രമീകരിക്കപ്പെട്ടാൽ നീ 5:30 എഴുന്നേൽക്കും, നല്ലൊരു പാട്ട് പാടും, അവൻ നല്ലതായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കും. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന രാത്രി സമയത്താണ്, നേരെ താഴെ ഇറങ്ങി വരും, അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയാമോ? ചിലർക്ക് ഒരു പരിപാടിയുണ്ട്. നമ്മുടെ നാട്ടിൽ ചില അമ്മച്ചിമാർ പിള്ളേർ വെക്കേഷൻ പോകുമ്പോൾ അമ്മച്ചി ജീവനോടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നറിയാം, അമ്മച്ചി 3 മണിയാകുമ്പോൾ എഴുതുമ്പോൾ വരണേ പക്ഷി ഗണങ്ങൾ സ്തോത്രം. അങ്ങനെ ചെയ്യരുത് കേട്ടോ. മാറി റൂമിന്റെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് മാറി ദൈവത്തിൽ സഹായത്തിന് അനുഗ്രഹത്തിനായി നിങ്ങൾ പ്രാർത്ഥിച്ചു, യേശുവിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് നിന്നെ പ്രാർത്ഥിക്കുവാൻ ഉത്തരവാദിത്വമായി ദൈവമക്കളെ ഏൽപ്പിച്ച വിഷയങ്ങളെ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് നീ തന്നെ ഒരുങ്ങിയിരിക്കും. നേരം വെളുക്കുമ്പോൾ അവൻ നീ ശക്തിയോടെ സഭായോഗത്തിൽ ഇറങ്ങും. അങ്ങനെ 4 ഫാമിലി വരുമ്പോൾ ഇന്നെ ആരാധിക്കാൻ കടന്നു വരുന്ന ഒരു ഫാമിലി അതിന് ഫുള്ളായി ഒരു ശക്തി നിന്ന് ദൈവസഭ തീ പിടിച്ച് കത്തുന്നതായി തോന്നും. വരുന്നവരെല്ലാം ആരാധിക്കും. അവിടെ വരുന്ന പിശാചെല്ലാം ഇളകിപ്പോകും. അവിടെ വരുന്ന രോഗികളെല്ലാം സൗഖ്യമാകും. അവിടെ വരുന്ന ദുഃഖിതർ ആശ്വാസം പ്രാപിച്ച് കടന്നു പോകും. അതിന് കാരണം എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിലുണ്ട്. ഈ അസ്ഥിയുടെ പുറത്തേക്ക് എന്ത് ചെയ്തു? തൊക്ക് വരുന്നു, ഞരമ്പ് വരുന്നു. അവരൊരു സൈന്യമായി മാറുക. ആ ജനത്തെ നോക്കിയിട്ട് അധികം പറയുന്നത് എന്റെ ജനം. വാക്യം സമയമില്ലാതെ വായിച്ചത് അവിടെ എഴുതിയിരിക്കുന്നു, എന്റെ ജനം. അല്ലെങ്കിൽ ദൈവത്തോട് അങ്ങോട്ട് പറയണം, ഇപ്പൊ ഏതാ ഞങ്ങൾ നിന്റെ ജനമാ. എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരു പാസ്റ്റർ ഭാര്യ എന്നിട്ട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പറയാം, യജമാനനെ നിന്റെ ദാസനായ എന്റെ ഭർത്താവ് ഒരു തികഞ്ഞ ഭക്തനായിരുന്നു, അവക്കൊരു സാക്ഷ്യമുണ്ട്, അവിടെ ഭർത്താവിനെ കുറിച്ച് അവൻ തികഞ്ഞൊരു ഭക്തനാണ് എന്ന്. മക്കളെ ദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞാൽ പോരാ. അവൻ കേൾക്കാൻ കാര്യം നിന്റെ ദാസനായ എന്റെ ഭർത്താവ് ഒരു തികഞ്ഞ ദൈവഭക്തനാണ്. ഈ സാക്ഷ്യം ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ അമ്മയെ പേരൻസിനെ കുറിച്ച് കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളെ കുറിച്ച് അമ്മയെ പേരൻസിനുമായി തീരുമ്പോൾ ഒരു സഭ ഒരു സമ്പൂർണതയിലേക്ക് വരും. അവരുടെ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ, അവരുടെ പ്രഭാത പ്രാർത്ഥനയിൽ എന്ത് ചെയ്യും? ദൈവകൃപ ഇറങ്ങും. പണ്ട് ഇസ്രായേലെ ഈ 20 ലക്ഷം വരുന്ന ആമൻ ആ വലിയ പാളയത്തിന് ചുറ്റും തീ ഇറങ്ങി നിന്നത് ആമൻ സമാഗമന കൂടാരത്തിന്റെ കൃപാസനത്തിന്റെ മുമ്പിൽ നിന്നും ഒരു കുട പോലെ വിരിഞ്ഞു നിന്നതാ. അങ്ങനെയെങ്കിൽ നീ പാർക്കുന്നിടത്ത് നിന്റെ കുടുംബത്തിൽ നിന്നും ഒരു ദൈവകൃപ ഇറങ്ങി നിൽക്കണം. ദൈവത്തിൽ ഇരിക്കുന്നവിടെ തന്നെ സാന്നിധ്യം അറിയണം. നമ്മളെ കൂടെ പറയും പ്രാർത്ഥിക്കുമ്പോഴല്ലേ പെട്ടകം ഇരുന്ന ഭവനത്തെ അനുഗ്രഹിച്ച ദൈവമേ, അതുപോലെ ഇവിടെ ഒന്ന് പെട്ടകം വെക്കാതെ പോലും അറിയാൻ വയ്യാത്ത നീയാ പെട്ടകം. നീ വസിക്കുന്നതോടെ, നീ ഇരിക്കുന്നതോടെ, നീ കയറുന്നതോടെ അല്ല എന്ത് ചെയ്യണം? അനുഗ്രഹിക്കപ്പെടണം. നീ കാല് വെക്കുന്നതോടെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. ഒരു ചാൻസ് ഇന്ന് വാൽക്കാലം ദൈവമക്കളെ തരിക. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടായ്മയുടെ കാലം, അവൻ അകത്തെ കൂട്ടായ്മ 3 പേര് ഒന്നിച്ച് ഒരു യാത്ര തുടങ്ങി. ഒരു പ്രത്യേക ദിവസം, ഒരു പ്രത്യേക നിമിഷം എന്ത് ചെയ്യുക? അത് 2 പേര് ഒന്നിച്ചങ്ങ് പോകും, ഒരാളെ ഇട്ടിട്ട്. ആ കൂട്ടായ്മ നമ്മുടെ അകത്തുള്ളത് അറിയത്തില്ലേ? നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ആ കൂട്ടായ്മ ആരംഭിക്കുക. ഇവരൊന്നിച്ച് നടന്നു. വെളിയിലിറങ്ങി 1 വർഷമായി, 2 വർഷമായി, 10 വർഷമായി അവരുടെ കൂട്ടായ്മ ഇങ്ങനെ ആ ഇടയ്ക്കിടയ്ക്ക് ലൂസായി മുറുകിയും പോകുക. ആത്മാവിന്റെയും അല്ല ആ കൂട്ടായ്മ, അവരുടെ കൂട്ടായ്മ ഒരിക്കലും എന്ത് ചെയ്യുക? ഒരാളോട് യാത്ര പറഞ്ഞ് 2 പേരും പോകുക. ഇവര് 3 പേരെ കുറിച്ച് സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ ശരമോൻ വളരെ രസകരമായി പറഞ്ഞിട്ടില്ലേ? മനുഷ്യൻ തന്നെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് ചേരും. ആത്മാവിനെ നൽകിയവങ്കിലേക്ക് പോകും. പൊടിയോട്, ഈ കാണുന്ന ശരീരത്തിന്റെ പേരല്ല നിങ്ങൾ എന്നെ വിളിക്കുന്നത്. എന്റെ പ്രാണന്റെ പേര് നിങ്ങളെന്നെ വിളിക്കുന്നത്. ഇന്നലെ അവിടെ ജീവിച്ചിരുന്ന തോമാച്ചൻ അവിടെ കിടപ്പുണ്ട്. ആൾക്കാരെന്താ പറഞ്ഞത്? തോമാച്ചൻ പോയി. പക്ഷെ അവിടെ ചെന്ന് ആ പുള്ളിക്കാരവിടെ ഇന്നലത്തെ വന്നത്. ഇന്നിപ്പോ ഒരു ഗുണമുണ്ട്, സൗമ്യനാണ്. അത്ര ഉള്ളൂ. ഇന്നലെയൊക്കെ പ്രശ്നക്കാരൻ, ഇന്ന് വളരെ സൗമ്യനാണെന്ന് മാത്രമേ ഉള്ളൂ. ആളവിടെ കിടന്നു. പക്ഷെ എല്ലാവരും
ഭാര്യ പറഞ്ഞു എന്റെ അച്ഛൻ എന്നെ വിട്ടയച്ച് പോലെ മുമ്പിൽ കിടക്കുമല്ലേ. മറ്റു രണ്ടുപേരുടെ പോവുക. ഒരാള് ഒരു സ്ഥിരവാസത്തിനായി യോബിലുമൊക്കെ പറയുന്ന പോലെ ഇരുട്ടിൽ പാർക്കാൻ പോകുന്നു. വേറൊരാള് അവരെ വിട്ട് അവന്റെ അടുക്കിലേക്ക് തിരികെ പോകുന്നില്ലേ. സ്തോത്രം. അതുവരെ ഉള്ളൂ നിനക്ക് ഭൂമി ചെയ്യാൻ എന്തെങ്കിലും ഉള്ളത്. ഭാര്യയെ സ്നേഹിച്ചാൽ, മക്കളെ സ്നേഹിച്ചാൽ, സഹോദരങ്ങളെ സ്നേഹിച്ചാൽ, ജനത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ, അന്ന് കൊണ്ട് നിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തതിന്റെ കണക്ക് സ്വർഗം വരവ് വെക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മക്കളെ ദൈവസന്നിധിയിലേക്ക് നീ ഇറങ്ങി നിൽക്കുക. ഒന്ന് വീണ്ടും ജീവിക്കാൻ കർത്താവ് തയ്യാറാണ്. നീ തയ്യാറാണ്. നമുക്ക് അടുത്തൊരു വാക്കിനോട് സങ്കീർത്തനത്തിലൂടെ വായിക്കാം. 71 സങ്കീർത്തനം 20 വാക്യം. കഷ്ടങ്ങളും ആശകളും ഞങ്ങളെ കാണുവാനാക്കിയവരെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുവാനാക്കിയവരെ ഇന്ന് ഒന്ന് സമ്മതിക്കുക. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അനുഭവിച്ചതല്ല, നീ എന്നെ കടച്ചുവിട്ട. എന്തിനു വേണ്ടി? പൊടിപോലെ പുറത്തു വരുവാൻ, കൊള്ളാവുന്നവനെ തികയുവാൻ. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ, എന്റെ കുടുംബത്തെ, സഭയെ ഒന്നിച്ച് കടച്ചുവിട്ടതല്ലേ ദൈവമേ. ഞങ്ങളെ കാണിക്കുമാറാക്കിയവരെ എന്ന് പറഞ്ഞാൽ നിർത്തിയിട്ടില്ല. കാണിക്കാൻ പറയുന്നതാ. കടക്കുമാറാക്കിയവൻ എന്ത് ചെയ്യൂ? നിന്നെ കടത്തിക്കൊണ്ടുവന്നത് നിന്റെ ദൈവമാ. നമുക്ക് ഒത്തിരി വാക്യങ്ങൾ അറിയാം അല്ലേ? കൊരിന്ത്യർ തെളിയിക്കുന്നു, മറ്റു മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷണങ്ങളാൽ നിങ്ങളെ പരീക്ഷിക്കാം. നിങ്ങൾക്കോ പരീക്ഷണങ്ങളോടുകൂടെ ഇന്ന് പകൽ ഇന്ന് നീ അനുഭവിക്കുന്ന രോഗത്തിനോട് ഇന്ന് യാത്ര വഴിയോ നീ മനസ്സ് വെച്ചാൽ ദൈവം തയ്യാറാണ്. പക്ഷെ അതിന് മുമ്പാദ്യമായി വേണ്ടത് അകത്തെ കൂട്ടായ്മ ഉറക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ അവൻ 58-ാം വിശ്വാസത്തിൽ പറയുന്നത് പോലെ നീ പറഞ്ഞയക്കേണ്ടത് ഏതുണ്ട്. നമ്മളോട് എല്ലാവർക്കും ക്ഷമിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റില്ല. മലയാളത്തിൽ മനോഹരമായ ഒരു വാക്കുണ്ട്, പൊറുക്കുക എന്ന് പറഞ്ഞാൽ ഏതാ? ക്ഷമിച്ചിട്ട് മറക്കുക. നമുക്ക് ക്ഷമിക്കുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞ് ആ പേര് കേട്ടാൽ എന്ത് ചെയ്യും? ക്ഷമിക്കാൻ പറ്റുന്നവരുണ്ട്. അവിടെ പറയുന്നില്ലേ, അവിടെ സ്വത്ര ഉപവാസത്തെ കുറിച്ചുള്ള പിന്നെ വീട്ടിൽ പോയ 58-ാം അധ്യായം വായിച്ചു നോക്കും. ഉപവാസം എന്നതാ, നോയമ്പ് എന്നതാ, നമ്മൾ നടത്തുന്നതാ, നടത്തേണ്ടത് അവിടെ എഴുതിയിട്ടുണ്ടല്ലേ 58-ാം അധ്യായത്തിൽ. അവിടെ പറയുന്നു, നിന്റെ എല്ലാ ബാലിക്കാരെയും കൊണ്ട് നീ വേല ചെയ്യിക്കുന്നു, നിന്റെ എല്ലാ ബന്ധനസ്ഥരെയും വിട്ടയക്കണമെന്നൊക്കെ. ഇന്ന് പകരം മനസ്സിൽ ക്ഷമിക്കാൻ ആരോടെങ്കിലും ഉണ്ടോ? അവരോട് നീ ഒന്ന് ക്ഷമിക്കാൻ. ക്ഷമിച്ചിട്ടാ ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. പ്രത്യേക ദേവദാസന്മാരെ ക്ഷമിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. സ്വതന്ത്രം അല്ലേ? ഇന്ന് പകരം ദൈവമക്കളെ ക്ഷമിച്ചിട്ട് മറന്നു. അനവധി കഷ്ടങ്ങൾ നിന്നെ കാണിച്ചു. നമ്മളെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ആരെയാണ്? ദൂതന്മാരെ ആണോ? അല്ല, പിശാചുക്കളെ അല്ല. ഒരു ദൈവദാസനെ എക്സാമിൻ ചെയ്യുന്ന ആരെ കൊണ്ടാണ്? വിശ്വാസികളെ കൊണ്ട്, ദൈവത്തിന്റെ കുടുംബത്തെ കൊണ്ട്, സഹോദരങ്ങളെ കൊണ്ട്. നമുക്ക് വൈരാഗ്യം വരുന്നു. ഓരോ ശരി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കാണാൻ അറിയാം. നമുക്ക് ഒരേട്ടമുള്ളത് അല്ല എന്ന് പൗലോസ് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനല്ല. നമ്മൾ ഉപദ്രവിക്കാനെ കണ്ട നമ്മള് കുറെ ദിവസം കഴിയും. പുറത്തൊക്കെ കഴിയുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ക്ഷമിച്ചില്ല മറ്റവരെല്ലാം വിചാരിക്കുന്നതിനും കണ്ട് നമ്മൾ എന്ത് ചെയ്യും? എന്ന് പറയുന്നത് ക്ഷമിക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ? എല്ലാത്തും വിട്ട്, അകത്തുനിന്ന് വിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ആത്മീയനാണ് അവൻ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അകത്തെ നേരത്തെ പറഞ്ഞ പോലെ ആത്മാവ് മനസ്സിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്തരംഗങ്ങളോട് പറയുന്ന രംഗം ഉണ്ടായതാ 103-ാം സങ്കീർത്തനത്തിൽ. എന്റെ സർവ്വ അന്തരംഗങ്ങളുമേ അവന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അന്തരംഗത്തിൽ നിന്ന് സ്വരി പുറത്തു വരും. ഇന്ന് പകരം ആ ദൈവത്തെ ആരാധിക്കാൻ കാണുന്ന ദൈവമക്കളെ, നിങ്ങളെ കൊണ്ടുവന്ന ഒരു രോഗങ്ങളുമായി, ഒരു വിഷയങ്ങളുമായി ഈ വാതിൽ തുറന്ന് പുറത്തു പോകേണ്ട വരത്തില്ല. ഇന്ന് പകരം അവൻ നിന്റെ അസ്ഥി അതേ ഭാഗത്ത് വരട്ടെ. കർത്താവ് നിന്റെ കണ്ടത്തെ കാലത്ത് അവൻ ഇവിടെ പറയുന്നു, അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഞങ്ങളെ കാണുവാനാക്കിയവരെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? കർത്താവ് തയ്യാറാണ്. അല്ലെ, പ്രവാചകനെ കൊണ്ട് ജയിക്കണ്ടല്ലോ അല്ലെ? കർത്താവ് തയ്യാറാ. പക്ഷെ നമ്മൾ ഇന്ന് തയ്യാറാവുന്നു. ഇനി വിലാപങ്ങളുടെ പുസ്തകം 5:21. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങളെ ജീവിപ്പിക്കണമേ, ഞങ്ങളെ മടക്കി വരുത്തേണമേ. അടുത്ത
പണ്ടത്തെ പോലെ നല്ല കാലം പണ്ടത്തെ പോലെ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ എല്ലാ നിലയിലും സന്തോഷിക്കാനോ ചിരിക്കാനോ പറ്റില്ല. ഈ പണ്ടത്തെ കാലം ഏതാ? നമ്മൾ പറയാം ആദ്യം പാട്ടൊക്കെ ഉണ്ടല്ലോ, പണ്ട് ഞാൻ നിന്റെ കൂടെ ആയിരുന്നു. സ്വത്രം അല്ലേ? അതറിയത്തില്ലേ? മനുഷ്യന്റെ ജീവൻ സമാന്തരമായ ഒരു ചരട. അതിൽ നിന്ന് പിള്ളേർ ടോയ് കളിക്കുന്ന പോലെ മേളിൽ നിന്ന് ഒന്നിനെ അടത്തി ചരട വെക്കുന്നില്ലേ? തനിക്ക് തോന്നുമ്പോൾ പൊക്കി എടുക്കുന്നു. നമ്മൾ അവന്റെ അടുത്തിരുന്നവരാ. പണ്ടത്തെ പോലെ, അല്ലെങ്കിൽ ഇരമ്യാ പ്രവചനത്തിൽ പറഞ്ഞ പോലെ, വിവാഹം ചെയ്ത നിശ്ചയിച്ച കാലത്തെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. കർത്താവിനെ കണ്ടെത്തിയപ്പോൾ ലോകത്തിൽ നിന്ന് മാറി, മരണത്തിൽ നിന്ന് മാറി, രോഗത്തിൽ നിന്ന് മാറി കർത്താവിനെ കണ്ടവന്റെ തേജസ്സറിന്റെ സമയത്തെ പോലെ എന്റെ സർവാംഗങ്ങളിലും ഒരു ആത്മീയന്റെ കൃപ, ഒരു ദൈവകൃപ, ഒരു അഭിഷേകത്തിന്റെ കൃപ വ്യാപരിക്കുക. പണ്ടത്തെ കാലം ഞാൻ ഓർക്കുന്നു. പ്രാർത്ഥിച്ചേ, ഞാൻ പണ്ട് നിന്റെ മുമ്പിൽ ഒരാത്മീയനായി ജീവിച്ച കാലം ഓർത്ത് എന്നോട് കരുണ കാണിക്കണമേ. ഇത് പലക്കാലം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്തിനായി, പണ്ടത്തെ പോലെ ഒരു ദൈവകൃപയ്ക്കായി, പണ്ടത്തെ പോലെ ഒരു വിടുതലിനായി. നീ പ്രാർത്ഥിച്ച നിന്റെ കുഞ്ഞ് സൗഖ്യമായ, നീ പ്രാർത്ഥിച്ച ദൈവം ദർശനം തന്ന, നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്ന പണ്ടത്തെ കാലം ഇല്ലാത്ത ഒരു ദൈവത്തിനില്ല. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നീ നിന്റെ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിന്നോട് സംസാരിച്ച, നീ ഇരുന്ന മുറിക്കകത്തോടെ സ്വർഗീയ സാന്നിധ്യം ഒരുക്കിയെത്തിയ ഒരു സമയമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകരം നീ കരം ഉയർത്തി സ്വന്തം പറഞ്ഞാൽ ഈ പൈശാചിക ഗോപുരങ്ങൾ തകരുമെങ്കിൽ ഇന്ന് പകരം ദൈവം നിന്റെ നിലവറയുടെ മുമ്പിൽ തുറക്കാത്ത ഒരു വാതിൽ ഈ ഭൂമിയിലില്ല. പക്ഷേ ഒരു മടങ്ങി വരാൻ എത്ര പേർ തയ്യാറാകും? ഞങ്ങളുടെ പണ്ടത്തെ പോലെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിഗ്രഹിക്കുക. കർത്താവേ, ഒന്ന് മടക്കി വരുത്തണമേ. ഞങ്ങൾ ഈ കെട്ടിൽ യാത്ര ചെയ്ത് വന്നത്, ഞങ്ങൾ ഈ കെട്ടിൽ വന്നത് ഇവർക്ക് ഞങ്ങൾക്ക് വരുപോലെ ഒരു അനുഗ്രഹമായി തീരണം. ഇന്ന് മകന് ഒരു സർവാംഗ ഹോമത്തിനായി ഞാൻ എന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എന്റെ തേജസ്സിന്റെ കരത്താൽ അവൻ കർത്താവേ എന്റെ അകത്തെ പുറത്തെ അസ്ഥികളെയും അന്തരീക്ഷങ്ങളെയും അവനൊന്ന് ക്രമീകരിച്ചല്ലാതെ എന്റെ ദൈവമേ ഇന്ന് പകല് എന്നെ ഇവിടെ നിന്ന് അയക്കരുതെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഞാൻ കടന്നു വന്നതുപോലെ അല്ല. ഞാനൊരു പുതുക്കം പ്രാപിച്ച്, ഞാനൊരു ശക്തി പ്രാപിച്ച്, ഞാനൊരു ബലം പ്രാപിച്ച്, ഞാൻ ആത്മകൃപ പ്രാപിച്ചല്ലാതെ എന്റെ ദൈവമേ ഇന്ന് പകല് എന്നെ ഇവിടെ നിന്ന് അയക്കരുത്. എനിക്കൊരു ജീവൻ ഉണ്ടായിരിക്കണം. ഞാൻ കാണുന്നവർ ഞാൻ മൂലം അവൻ സന്തോഷിക്കുക. ഞാനൊരു ചലിക്കുന്ന പ്രാണിയായത് ഇന്ന് പകല് അവനെ റോഡ് വിട്ട് വർഷം അനുവദിക്കരുത്. ഞാനൊരു ചലിക്കുന്ന പ്രാണിയായി, ഞാനൊരു ചലിപ്പിക്കുന്ന അനുഭവമുള്ളവനായി അവനിന്ന് മാത്രമേ ഇവിടുന്ന് കടന്നു പോകാവുള്ളൂ. അവൻ യോശുവയോട് പറഞ്ഞതുപോലെ എന്റെ കാലിൽ വയ്ക്കുന്നവണ് എനിക്ക് അവകാശമാക്കി തരണം. ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്നോട് എന്റെ സമയം ഉണർത്തണമേ, എന്റെ സമയം ഉണർത്തണമേ. എന്റെ കൂടെ കർത്താവിലുള്ള അവൻ ദൈവജനത്തെ അവൻ ആത്മൂപ്പത്തെ ഒന്നുണർത്തുക. അവൻ എന്ന മകളെ കർത്താവ് ഞാൻ എന്നെ ഏൽപ്പിക്കുക. എന്റെ അറിവില്ലായ്മയിൽ കർത്താവ് എന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഞാൻ സമ്മതിക്കുക. എന്റെ സമയം ഉണർത്തപ്പെടുക, എന്റെ കുടുംബം ഉണർത്തപ്പെടുക. ഞാൻ മൂലം അവൻ ഇടയിൽ അനുഗ്രഹിക്കപ്പെടുക. യേശുവിന്റെ നാമത്തിൽ അന്യകാലങ്ങൾ അവൻ എടുത്ത കെട്ടിവെച്ചിരിക്കുന്ന ബോഡികൾ, അവൻ കയറുപോലെ കെട്ടുന്ന ബോഡികൾ, യേശുവിന്റെ നാമത്തിൽ പോലെ നിൽക്കുന്ന ബോഡികൾ അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവനമുള്ള
കർത്താവ് സഹായിക്കും. യെസ്, യേശുവിന്റെ നാമം. ഇതിനകത്ത് ചില കഴിവുമാറും. യെസ്, ചില നാളുകളായി നിന്റെ കഴിവിനെ നിനക്കത് കഴിയത്തില്ല. നിന്നെ മടിപ്പിക്കുന്ന പോലുകൾ, അവൻ മടിപ്പിക്കുന്ന പോലുകൾ നിനക്കതിന് കഴിയത്തില്ല, നിനക്കതിന് പറ്റത്തില്ല. നീ ലജ്ജിതയായി ചെയ്യുമെന്നു പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്നെപ്പോലെ അനേകരെ ഒത്തിരി മുമ്പിൽ പോയിട്ടും അത് നിന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില പോലുകൾ ഇത് പകരം യേശുവിന്റെ നാമത്തിൽ അഴിയുക. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ദൈവം നിന്നെ വിളിച്ചത് വേർതിരിച്ചത്, ദൈവം നിന്നെ കൊണ്ടുവന്നത്, നിന്നെ മാനിക്കാനാവുന്നു, നിന്നെ കൊണ്ടത് കഴിയത്തില്ല, നിനക്കൊരു പ്രാർത്ഥിയില്ല, നീ ഉടനെ സന്തോഷിക്കാൻ തുടങ്ങുക. നിന്നെ മരിപ്പിക്കുന്ന പോലുകൾ ഈ പകരം യേശുവിന്റെ നാമത്തിൽ മാറിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഒരു മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന വിഷയം. യെസ്, ആ തൊഴിലെനിക്ക് എനിക്ക് രക്ഷയില്ല, ഞാൻ വേറെ ജോലി നേരുക. സഹോദരൻ, നിന്റെ ദൈവം അവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ജോലി ഒന്ന് നോക്കിക്കോ. അവിടുത്തെ ഹാമാനെ കണ്ട് നീ പേടിക്കണ്ട. നിനക്ക് വേണ്ടി ഒരുക്കുന്നതിൽ അവൻ വരുന്ന ദിവസം തൂക്കുന്നത് നീ കാണും. യെസ്, നിന്റെ കുടുംബത്തെ ഞെരുക്കുന്ന ഭൗതിക ഭാരത്തെക്കാൾ നീ പേടിക്കണ്ട. നിന്റെ കുടുംബത്തിനകത്ത് നിന്നൊരു വിളക്ക് ശോഭിക്കുക. അത് ശക്തിയോടെ കത്തുമ്പോൾ, അത് ശക്തിയോടെ കത്തുമ്പോൾ ഭൗതിക കടഭാരമാകുന്ന നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറും. നീ ദൈവത്തിന് കൊടുത്തിട്ടും എനിക്കില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞ ഭൗതികമായ അവൻ നന്മയുടെ മേലല്ല, നിന്റെ അവൻ ദൈവത്തിന്റെ കൃപയാണ് മാനിക്കുന്നത്. നീ വാരിവിതറി കൊടുക്കും, വാരിവിതറി കൊടുപ്പാനിടയായിട്ട് യേശുവിന്റെ നാമം. ഇവിടെ യേശുവിന്റെ കർത്താവ് ചില സഭകളെ കുടുംബങ്ങളെ കൊണ്ടുവരും. ഇവിടെ സഭ അനുഗ്രഹിക്കപ്പെടാൻ തോന്നുന്നു. ദൈവദാസന്റെ സഭ അനുഗ്രഹിക്കപ്പെടാൻ തോന്നുന്നു. സഭയ്ക്കകത്ത് പ്രശ്നക്കാരുടെ പരിശുദ്ധാത്മാവാ ചെയ്യുന്നത്. നീ അവനെ പ്രശ്നങ്ങൾ സ്തോത്രം ഉണ്ടാകും. ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം അനുഭവിക്കുന്ന നിനക്കല്ല, ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. യെസ്, അതുകൊണ്ട് അവരുടെ കരത്തിലേക്ക് എത്തിയില്ലേ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടത് ദൈവങ്ങളെ വീണ്ടും ചെയ്യും. അവിടെ കർത്താവിന്റെ കരത്തിലേക്ക് എത്തിക്കാം. ഇത്രത്തോളം അവരുടെ പ്രാർത്ഥന വഹിച്ച കർത്താവിന് നന്ദിയോടെ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് നന്ദി.